ഇന്ന് നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊന്നും അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന പൊടി നമ്മൾ പല വിധത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടും കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എന്തൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കാരമലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. കുറച്ച് സമയമാവും കേട്ടോ. മെൽറ്റായി കഴിഞ്ഞാലും ഇതൊന്ന് കാരമലായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കളറ് മാറണം. എന്നാൽ ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. അപ്പോൾ ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ ആ ഒരു പാകത്തെ കളറിൽ തന്നെ എടുക്കണം. പാൻ ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് റെഡിയാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ സെറ്റായി പോകും. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുഡിങ് റെഡിയാക്കാനുള്ള കാരമലൊക്കെ ഒഴിച്ച് സെറ്റായ പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് 1/3 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി തികച്ചും ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ജാർ അടിച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം കുറച്ചൊരു തരിയോട് കൂടിയിട്ടുള്ള പൗഡറാണ് നമ്മുടെ അമൃതം പൊടി. അപ്പോൾ അത് ചെറുതായിട്ടൊരു തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആവി കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പപ്പട സ്റ്റിക്ക് വെച്ചിട്ടോ സ്ക്യൂർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഈ ഒരു പാത്രത്തിൽ തട്ടാൻ പാടില്ല. അപ്പോൾ സ്റ്റാൻഡിൽ നമുക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. പിന്നെ ഇത് വേവാനെടുക്കുന്ന സമയം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ. ബാറ്റർ ഒഴിക്കുന്ന പാത്രം കുറച്ച് ചെറിയ വട്ടം കുറഞ്ഞിട്ടുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ ബാറ്റർ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം വരും വേവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 20 മിനിറ്റും കൊണ്ട് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്ത് നോക്കാം. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇതെടുക്കാൻ. അപ്പോൾ ഞാനിത് ചൂടാറി വന്നതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടും കൂടെ ഉണ്ട്. തണുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അമൃതം പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്